ബ്രാഹ്മണികമായ ഒരു സാംസ്കാരിക ദേശീയവാദം ഭരണകൂട അധികാര രൂപമായി മാറുകയും അത് മുസ്ലിങ്ങൾക്ക് മുകളിലും ദളിതർക്ക് മുകളിലും ആദിവാസികൾക്ക് മുകളിലും പ്രത്യേകിച്ച് പ്രകൃതിക്ക് മുകളിലും അടക്കം സവിശേഷമായ ചൂഷണ വ്യവസ്ഥ പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് മുസ്ലിങ്ങളെ എങ്ങനെയാണ് ഭരണകൂടം വേട്ടയാടുന്നത്, എങ്ങനെയാണ് അവരെ പുറന്തള്ളാൻ വേണ്ടി പുതിയ നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്, ഉദാഹരണത്തിന് പൗരസ്ത്യ രജിസ്റ്റർ പോലുള്ള സാധനങ്ങൾ. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിശകലന ലേഖനങ്ങളാണ് ഇതിൻ്റെ ഉള്ളടക്കം. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ചൂഷണാധിഷ്ഠിതവും നിരാശാപരവുമായ ആധിപത്യ അധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ കീഴാളധാരകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും വിശകലനങ്ങളുമാണ്. പ്രത്യേകിച്ച് വി.പി. സിംഗിനെക്കുറിച്ചും സാവിത്രിബായി ഫൂലെയെക്കുറിച്ചും വി.ടി. രാജശേഖരനെക്കുറിച്ചുമുള്ള ലേഖനങ്ങൾ അത്തരത്തിലുള്ള ലേഖനങ്ങളാണ്. ഈ ലേഖനങ്ങൾ നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വർത്തമാനത്തിൽ തന്നെ നിലനിൽക്കുന്ന കീഴാളമായ സാമൂഹിക വിപ്ലവത്തിൻ്റെ ധാരകളെ പരിപോഷിപ്പിച്ചുകൊണ്ടും ശക്തമാക്കിക്കൊണ്ടും വർത്തമാന സന്നിഗ്ധതകളെ തുടച്ചു നീക്കാം എന്ന ഒരു സങ്കല്പമാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. അതായത് ദേശീയവാദം ഇരുട്ടായി കണ്ടിരുന്ന ചിന്താധാരകളെയും ജീവിത രീതികളെയും വെളിച്ചമായി തിരിച്ചെടുക്കുന്ന, വെളിച്ചമായി കാണുന്ന ഒരു പ്രക്രിയയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ സത്തയെ നമ്മൾ ക്രോഡീകരിക്കുകയാണെങ്കിൽ പ്രത്യാശയുടെ പ്രഭാവങ്ങൾ എന്നായിരിക്കും പറയുക. പ്രഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്.